കേരളത്തിൽ ഹമാസ് നേതാക്കളെ ആരാധിക്കുന്നവരുടെ തിക്കും തിരക്കുമാണ്. നാം പാലക്കാടും കണ്ടതാണ്. ഈ തൃത്താലയിൽ ഒരു ദേശോത്സവത്തിൻ്റെ ഭാഗമായി ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തി അവർ ഒരു പ്രകടനം നടത്തിയിരിക്കുകയാണ്. ഇതെല്ലാം ഒരു ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് കേരളത്തെ അടിക്കാനുള്ള ഒരു വടി നൽകുകയല്ലേ ഇത്തരം പരിപാടികൾ? ഇത് ഒന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് ഇപ്പം തീവ്രവാദവും മതവിശ്വാസവും തീവ്രവാദവും വിപ്ലവവും തമ്മിലുള്ള അതിരുകൾ ഇല്ലാതായിപ്പോയി. അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല പുതിയ കുട്ടികൾ. അതൊരു വിഷയമാണ്. അപ്പം അതന്ന് റോസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് പുറത്ത് വന്നെങ്കിൽ ഇന്നലെ ടി വി ചാനലൊക്കെ കണ്ട അതുവരെ ബന്ധപ്പെട്ട ആളുകൾ റോസുമായിട്ടുള്ള ദേശോത്സവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം റോസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പത്രങ്ങൾ ഈ ചാനലുകൾ ന്യൂസ് 18-ലൊക്കെ ആദ്യത്തെ ന്യൂസ് അങ്ങനെയാണ് വന്നത്. പിന്നെ ദേശോത്സവവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു. ഏതുത്സവവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഹമാസ് ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല. കാരണം ഹമാസ് മാനവരാശിയുടെ ശത്രുവാണ്. മാനവരാശിയുടെ ശത്രു എന്ന് ഞാൻ പറയുമ്പം ഹമാസ് കാലത്തിൻ്റെ ചുമരെഴുത്തോ ഒരു വിഷയത്തിൻ്റെ സങ്കീർണതയോ ഒന്നും മനസ്സിലാക്കാതെ ആരുടെ കയ്യിൽ ആയുധമായിട്ട് സ്വന്തം ജനതയെ ഒറ്റ കൊടുക്കുന്നവരാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഈ ഹമാസിൻ്റെ നേതാക്കന്മാരുടെ ഈ കട്ടൗട്ടുകൾ ഉയർന്നു എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചെഗുവേരയുടെ കട്ടൗട്ടുകൾ ഉയർന്നിട്ടുണ്ട്, സദ്ദാം ഹുസൈൻ്റെ കട്ടൗട്ടുകൾ ഉയർന്നിട്ടുണ്ട്. ചെഗുവേരയിൽ നിന്ന് സദ്ദാം ഹുസൈൻ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നേർരേഖ വരയ്ക്കുകയാണ് ഈ പറയുന്ന ഹമാസ് നേതാക്കന്മാരെ. അപ്പം അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ഒരു എക്കോസിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അവിടെ പക്ഷേ ഇവർ നമുക്ക് ചെഗുവേരയായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സദ്ദാം ഹുസൈനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല വരും. സദ്ദാം ഹുസൈൻ ലെഫ്റ്റ് സ്വഭാവമുള്ള ആളായിരുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ കാലെന്ന് വിളിക്കെങ്കിലും ലെഫ്റ്റ് സ്വഭാവമുള്ള ബാത്തിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു. അതായത് സാമ്രാജ്യത്വത്തിൻ്റെ ശത്രുവായിരുന്നു. സാമ്രാജ്യത്വത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. സാമ്രാജ്യത്വത്തിൻ്റെ ശത്രുക്കൾ മൊത്തം സെക്യുലറിസത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും സുഹൃത്തുക്കളല്ല. അപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ വലിയ ശത്രുവാണ് ആരാണ്? ഒസാമ ബിൻ ലാദൻ. സമാജത്വത്തിന് വലിയ ശത്രുവാണ് IS. സമാജത്വത്തിന് വലിയ ശത്രുവാണ് ഹമാസ്. പക്ഷേ ഇവർ മൂന്നും തമ്മിലുള്ള സാമ്യത എന്താണ്? ഈ മൂന്നെണ്ണത്തിനെയും ഉണ്ടാക്കിയത് ഏറ്റവും കൃത്യമായിട്ട് നമുക്കറിയാം. ബിൻ ലാദനെയും അതുപോലെ തന്നെ ഹമാസിനെ ഉണ്ടാക്കിയത് അമേരിക്കയും ഇസ്രായേലും കൂടിയാണ്. മനസ്സിലായില്ലേ? ഇതിൽ ISൻ്റെ കാര്യത്തിന് മാത്രമേ ആരോപണമുള്ളൂ. ISൻ്റെ സ്വഭാവം കണ്ടാൽ നമുക്ക് മനസ്സിലായി. ISൻ്റെ നേതാവിനാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൂടി സിറിയയിൽ വായിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ ആരായിരിക്കും അവരുടെ പിന്നിലെന്ന്. അപ്പോൾ ഇവർ സാമ്രാജ്യത്വത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ശരിയായ മൂവ്മെന്റ് ബാത്തിസ്റ്റ് പാർട്ടി പോലെ ഇത്തരം ഈ ഹിസ്ബുള്ളയും ഹമാസുമായുള്ള ബന്ധപ്പെട്ട് ഇത്തരം നേതാക്കൾ മരണപ്പെടുമ്പോൾ മയ്യത്ത് നിസ്കാരം, അവരുടെ ഫ്ലെക്സ് വയ്ക്കുക, ഓട്ടോയിൽ അവരുടെ ഫോട്ടോകൾ വയ്ക്കുക, ഇതെല്ലാം ഈ പ്രശ്നം കേരളത്തിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ആകുമ്പോൾ മറ്റൊരു ഭാഗവും ഇത് കാണുന്നുണ്ടല്ലോ. അല്ല, അത് തീവ്രവാദത്തിന്റെ മറ്റു ഭാഗം കാണുന്നതല്ല. ഇപ്പൊ ഹിന്ദുസിന് അത് ഒരുപക്ഷെ ഇവരെയൊന്നും ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാത്ത കാലത്തോളം ഒരു പ്രശ്നം ആവില്ല. വോട്ടിംഗ് പ്രശ്നമാവില്ല. അവിടുത്തെ VT ബലറാം പിന്തുണച്ചെത്തിയിട്ടുണ്ട്. എന്താണ് VT ബലറാം? അദ്ദേഹം പറയുന്ന ഇത് സംഘപരിവാർ അജണ്ടയാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഇതൊരു ആ രീതിയിൽ അതെനിക്ക് വാർത്തയ്ക്ക് പിന്നെ സംഘപരിവാർ അജണ്ട വാർത്തയിൽ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട്. ദേശോത്സവം ഉറൂസ് എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ബലറാം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ചിത്രങ്ങൾ അവിടെ ഉയർത്തിയതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സെക്യുലർ പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. സെക്യുലർ പോയിന്റ് ഓഫ് വ്യൂ അംഗീകരിക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ അത് ഹൈന്ദവ ധ്രുവീകരണത്തിന് കാരണം, ഹിന്ദുത്വ ധ്രുവീകരണത്തിന് അത് കാരണമാണ്. അത് ഇലക്ട്രോറലി ഫലം ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവരങ്ങനെയാണ്, ഞങ്ങൾക്കെന്ന് എങ്ങനെ ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാറും. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്, പല സമയങ്ങളിലിരുന്നു. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ പൊതുവായിട്ടുള്ള ഒരു സെക്യുലർ പ്രോഗ്രസീവ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഇത് വരുന്നു എന്നുള്ളത്. പ്രധാനമായും നമ്മൾ ചെഗുവേര, സദ്ദാം ഹുസൈൻ പോലെ തന്നെയാണ് ഈ ഹനിയ വരുന്നത്. അതെങ്ങനെ വരിക? സാമ്രാജ്യത്വത്തിൻ്റെ ഏജന്റാണ് അയാൾ സ്വന്തം ജനതയെ 45,000 പേരെ ഒറ്റ കൊടുത്ത ആളാണ്. കൊലയ്ക്ക് ഇസ്രായേലിന് കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുത്ത ആളാണ്. കാരണം ഇസ്രായേലിനെതിരെ അടിച്ചു. ഇസ്രായേലിനെതിരെ എങ്ങനെ അടിച്ചു? ഈ പറയുന്ന നെതന്യാഹു ഒരു വഴി ഒരുക്കി കൊടുത്തു. എന്തുകൊണ്ട് ഒരുക്കി കൊടുത്തു? നെതന്യാഹുവിന് അവിടെ പൊളിറ്റിക്കൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് മാറണമെങ്കിൽ ഒരു യുദ്ധം വേണം. നെതന്യാഹു വഴി ഒരുക്കി കൂടെ അവിടെ പോയി അടിച്ചു. ഇസ്രായേലിനെ അടിച്ചാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കുമോ? തിരിച്ചടിച്ചു. 50,000 ആളുകളാണ് മരിച്ചത്. അത് സ്ത്രീകളും കുട്ടികളും പറയുന്നത്. അതിനു മുമ്പ് ആ രാജ്യത്ത് അദ്ദേഹത്തിന് നിരന്തര സമരങ്ങൾ. അവര് സ്ത്രീകളെയും കുട്ടികളും എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ വഴിവെച്ചാരാണ്? ഇസ്രായേൽ വെറുതെ പോയി ആക്രമിച്ചാലല്ലോ, ഇവരാണ്. ഇസ്രായേൽ ഏതറ്റം വരെ പോകുന്ന എല്ലാവർക്കും അറിയാം.
അപ്പോൾ ഇങ്ങനെയുള്ള തീവ്രവാദികൾ ഇനി നിങ്ങൾ പ്രോഗ്രസീവ് ആയിട്ടാണ് അവരുടെ ചിത്രം വെക്കുന്നത്, അവർ സാമ്രാജ്യത്വത്തിൻ്റെ ഏജന്റുമാരാണ്. അവരെ ചിത്രം വെക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ മണ്ടന്മാരായിട്ടാണ്, അല്ല അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മണ്ടത്തരം കളിക്കുകയാണ്. അങ്ങനെ മണ്ടത്തരം കളിക്കുകയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദത്തെ, ഭീകരവാദത്തെ. അതൊരു വലിയൊരു സൂചനയാണ്. അപ്പം ഇത് മറ്റു സമുദായങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നമില്ല. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. പുതിയ കുട്ടികളെ സംബന്ധിച്ച് ഇവരൊക്കെ ഹീറോസാണ്. ഇവരാരാന്ന് അവർക്ക് അറിയില്ല. അല്ല, അതോടൊപ്പം തന്നെ ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പുറത്ത് ഉള്ള സംസ്ഥാനങ്ങളിൽ സംസാരമാണ് IS പോകുന്നവർ, അതോടൊപ്പം തന്നെ ബീഫ് കഴിക്കുന്നവർ, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നവർ. ആ രീതിയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഈ കേരളത്തിൽ നിന്നുള്ള തന്നെ ഒരു അവരെ സാഹചര്യം ഒരുക്കി കൊടുക്കുകയല്ലേ കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിന്റെ ഒരു രണ്ട് കാര്യം, ഒന്ന് ഒരു മീഡിയ അജണ്ട അതിന്റെ പിന്നിലുണ്ട്, നമ്മൾ കാണാതിരുന്നു കൂടാ. രണ്ട് ലൗകികത അടക്കം, രണ്ട് നീ പറഞ്ഞതുപോലെ ഇവിടെ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ മീഡിയ, ഈ നോക്കുന്ന മീഡിയ നമ്മളെ കാണുന്നതെങ്കിൽ അത്തരം സംഭവങ്ങൾ ഇല്ലാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് നമ്മൾ വിജിലൻ്റ് ആയിരിക്കും. വിജിലൻ്റ് ആ കമ്മ്യൂണിറ്റിക്ക് കിട്ടും, ആ കമ്മ്യൂണിറ്റിയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഹമാസ് ഭീകരന്മാർ അവരുടെ കുട്ടികളുടെ ഹീറോ ആവുന്ന അങ്ങനെ അല്ല എന്ന് പറയണം. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു മുസ്ലിം സംഘടന പോലെ ഹമാസിനെ തള്ളി പറഞ്ഞിട്ടില്ല. പലസ്തീൻ എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുക. പലസ്തീൻ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹമാസിനെ തള്ളി പറയണം വളരെ ശക്തമായ ഭാഷയിൽ, എങ്കിലേ കുട്ടികൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അല്ലെ കുട്ടികളെ വിചാരിക്കും നമ്മളെ മുസ്ലിംമാരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യല്ല, അവർ നല്ല മനുഷ്യന്മാരാണെന്ന് വിചാരിക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. അല്ല ലോകത്തൊരു മുസ്ലിമിൻ്റെ ഒരു പ്രശ്നം വന്നാൽ എല്ലാ മുസ്ലിങ്ങളെയും പ്രശ്നമായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ചില ചാനലുകൾ അവരെ പോരാളികളായി തന്നെ ചിത്രീകരിക്കും. അല്ല അത് ചില പ്രത്യേക ചാനലുകളാണ്, എല്ലാവരും ഒന്നും ചിത്രീകരിക്കുന്നില്ല. അത് ഒരു ചാനൽ, അതിനുവേണ്ടി ഉണ്ടാക്കിയ ചാനലാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം ലോകത്തൊരു മുസ്ലിമിൻ്റെ പ്രശ്നം മാത്രമല്ല മുസ്ലിം, ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ്റെ പ്രശ്നമാണ് മുസ്ലിമിൻ്റെ പ്രശ്നമാണ്, ഒരു മനുഷ്യൻ്റെ പ്രശ്നമാണ്, എല്ലാവരുടെയും പ്രശ്നമാണ്. ലോകത്തൊരു മനുഷ്യൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് എല്ലാവരുടെയും പ്രശ്നമാണ്. മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് തെറ്റ് ചെയ്തതായി തള്ളി പറയാൻ ആദ്യം കാണിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. കാരണം ഈ സമുദായത്തെ പറ്റിയാണല്ലോ ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗാൻഡ വർക്ക് ചെയ്തത്, ഏറ്റവും നെഗറ്റീവായിട്ട്. ഇതങ്ങനെ അങ്ങേയറ്റം മോശം മതമൊന്നുമല്ല, ഇതിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാലും മറ്റുള്ളവർ ചെയ്യുന്നതിനപ്പുറം നിശംസ ഇസ്ലാം ചെയ്തിട്ടൊന്നുമില്ല. ഐ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഹിന്ദുയിസം ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്, എല്ലാവരും ഉൾക്കൊണ്ടുപോകുന്ന മതം. ബാക്കി ഞാൻ ഈ സെമിറ്റിക് മതങ്ങളെ പറ്റി പറയുന്നത്. അപ്പം ഇത്തരം ഒരു ആളുകൾക്കൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസ സ്കൂളിലെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ട് കാര്യമല്ല. ഇത്തരം നിലപാട്, അപ്പോൾ ഹമാസിനെതിരെ നിലപാടെടുക്കുമ്പോൾ നിലപാടെടുത്തിരിക്കണം. എന്നിട്ട് പറയണത് ബി ആർ വിത്ത് പലസ്തീൻ, ബി ആർ നോട്ട് വിത്ത് ഹമാസ്. അത് പറയുന്നില്ല. അവിടെയാണ് ഈ കുട്ടികൾ വാല് വളഞ്ഞു പോകുന്നത്. അപ്പം മെക്സവനെതിരെ നിങ്ങൾ ഒന്നും ഉള്ളിട്ടൊന്നും കാര്യമില്ല. മെക്സവൻ സലാം വിട്ടാൻ പറയുന്നതല്ലേ നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഹമാസിനെ കൃത്യമായി തള്ളി പറയാതെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഈ നേരത്തെ നിന്ന് വീഴുന്നത് ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് അജണ്ടയിലേക്കാണ്. അവർ നോക്കുമ്പോൾ ഹമാസായിട്ട് അംഗീകരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അത് ഇവിടുത്തെ സുന്നികൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. മെക്സവനെതിരെ ഒന്നുള്ളിട്ട് കാര്യമൊന്നുമില്ല. അതാണല്ലോ വലിയ കാര്യം. സലാം വിട്ടാൻ പറയുന്നുള്ളൂ. ഞങ്ങൾ അവരെ അകറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ഈ ഹമാസിനെ അംഗീകരിക്കുമ്പോഴാണ്. കാരണം ഹമാസ് ഒരു ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവരുടെ സഖ്യം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ ഇടപെടലോ മറ്റുള്ള ഇടപെടലോ അല്ല ആവശ്യം. ഇത് ഒരു ആ സമുദായം തന്നെ നോക്കണം. അല്ല ഇപ്പം ഇസ്ലാം ലോകത്ത് ഉടനീളം ഭയങ്കര ടാർഗറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷമാണ്. മോഡേണിറ്റിയുമായിട്ട് ഇടപെടുന്നതിൽ ഇസ്ലാമിന് വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ഒരു എന്താണ്, ആ ഒരു സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ കേരളം പോലെ ഒരു പ്രദേശം അത്തരം പ്രോബ്ലം ഇല്ലാത്തൊരു സ്ഥലമാണ്. അതിൽ ഈ ഉത്തരേന്ത്യ പോലെ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മുസ്ലിം സമുദായ എഡ്യൂക്കേഷൻ പരമായി മുന്നിലായതുകൊണ്ടാണ്. പക്ഷേ അവിടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വളരെ ഓർത്തഡോക്സായി പിന്നിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. മാത്രമല്ല ഇസ്ലാമിസ്റ്റ് അജണ്ടയാണ് ഇത്തരം പല ആളുകളെ നയിക്കുന്നത്. ഈ എഡ്യൂക്കേഷനും സാമ്പത്തികപരമായി മുന്നിൽ നിൽക്കുന്നവരെ കൈയടക്കി വയ്ക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നുണ്ട് ഈ ന്യൂനപക്ഷത്തിന്? അത് അവരുടെ കയ്യിലാണ് പ്രധാനപ്പെട്ട മീഡിയ. ഒരു പത്രം, ഒരു ചാനൽ, അതെല്ലാ വിവാദപ്പെട്ട ആളുകളും കാണുന്നതാണ്. പിന്നെ അവരെ ന്യൂസ് നോക്കിയാണ് മറ്റൊരു ന്യൂസ് അടിക്കുന്നത്. അവരെ വ്യൂ വരുമ്പം സുന്നി വിഗബ എന്നോട്ടായി പർദ്ദ ഇടാൻ തുടങ്ങിയത്. പർദ്ദ ഇവിടെ കൊണ്ടുവന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. സുന്നികൾ എന്താ ഈ പറഞ്ഞ സലാം പറഞ്ഞാൽ സലാം അടക്കാൻ ബുദ്ധിമുട്ടുന്നത് സുന്നികൾക്ക് പർദ്ദ വേണ്ടെന്ന് പറഞ്ഞോടെ. ഇസ്ലാമിലെവിടെ പർദ്ദ വേണമെന്ന് പറഞ്ഞത്? ഇസ്ലാമിൽ എവിടെയാണ്, ഖുർആനിൽ എവിടെയാണ് പർദ്ദ വേണമെന്ന് പറയുന്നത്? ഒരു സ്ഥലത്തും പർദ്ദ എന്ന് പറയുന്നില്ല. തല മറയ്ക്കാൻ പറയുന്നുണ്ട്, അത് പർദ്ദയല്ല. ഇവിടെ നമ്മളെ കാലാവസ്ഥയ്ക്ക് പർദ്ദ പറ്റിയതുമല്ല. പർദ്ദ ഇസ്ലാമിക വസ്ത്രമേ അല്ല. അത് ഇസ്ലാമിന് മുമ്പ് പേർഷ്യയിലെയും ബൈസന്റൈനും റോമയിലൊക്കെ രാജകുമാരിമാരും ഉയർന്ന വിവാദ സ്ത്രീകളും ധരിച്ചിരുന്ന അവസ്ഥയാണ്. അവരെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുന്നത് അതല്ല പറയണ്ടത്. അവർ ആദ്യം ഹമാസിനെ തള്ളി പറഞ്ഞിട്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഇത്ര ഇസ്ലാമിസ്റ്റ് അജണ്ടകൾ വരുമ്പോൾ ഈ പർദ്ദ പോലുള്ള സാധനങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ് എന്തോ അതുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത്തരം രീതികളുമായിട്ട് മുന്നോട്ട് പോകണം. മാത്രമല്ല ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നിരന്തരമായ ജാഗ്രത പുലർത്തേണ്ട ബാധ്യത ആ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. എന്നിട്ട് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ ഭയങ്കര നെഗറ്റീവായിട്ട് ഒരുപാട് പ്രൊപ്പഗാൻഡ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനെ വളരെ മാനുഷിക മുഖത്തോടുകൂടി, സത്യസന്ധമായി തുറന്ന മനസ്സോടുകൂടി
തള്ളിക്കളയണം. പിന്നെ ഈ ഇസ്ലാമിസ്റ്റുകളെല്ലാം കൊണ്ട് നടക്കുന്നത് ഹിന്ദുത്വ വിരോധം അല്ലെങ്കിൽ ഹിന്ദു വിരോധം. ഹിന്ദു വിരോധം ഇല്ലാന്ന് അവർ പറയും, ഹിന്ദുത്വ വിരോധം. പക്ഷേ ഹിന്ദുത്വ വിരോധം ഉള്ളിൽ നന്നായി ഹിന്ദു വിരോധമുണ്ട്, എനിക്കറിയാം. ഞാൻ പറഞ്ഞത് ഇസ്ലാമിസ്റ്റുകളെ പറ്റിയിട്ടാണ്. അത് തുറന്ന് കാണാൻ പറ്റണം. കാരണം ഇവിടെ മുസ്ലിങ്ങൾ ഇത്രയും പ്രതീക്ഷ ചെയ്ത് ഹിന്ദു രാജാക്കന്മാരെ സപ്പോർട്ട്, മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഹിന്ദു രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ഹിന്ദു രാജാക്കന്മാരുടെ സഹായത്തോട് കൂടിയിട്ടാണ്, ഹിന്ദുക്കളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ വലുതായിട്ട് ഹിന്ദുക്കളെ ശത്രുക്കളായി കാണാൻ നിൽക്കരുത്. അതാണ് അങ്ങനെ. ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞാൽ ഇവിടെ RSS പോലും ഒന്നും പറയില്ല. RSSകാർക്ക് അത് അറിയാം എന്താണ്. ഇതിങ്ങനെയുള്ള ചിത്രങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ മുഖത്തെ വീണ്ടും വികൃതമാക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായ നിലപാടുകളുണ്ട്. അതിൽ പേടിക്കരുത്. വിശ്വാസികൾ എന്ത് പറയും? വിശ്വാസികൾക്ക് തെറ്റിദ്ധാരണയുടെ പുറത്ത് പലതും അവർ വിചാരിക്കും. ആ തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ള മത നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.